നിങ്ങൾ ഈ താഴെ കാണുന്ന വീഡിയോ കണ്ടോ? കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് നടന്ന ഞെട്ടിക്കുന്ന ഒരു ബസ് അപകടത്തിന്റെ വീഡിയോ ആണ്. ആ ബസ് ചെന്ന് ഇടിച്ചിട്ട് രണ്ട് തുണ്ടായിട്ട് കാർഡ്ബോർഡ് ബോക്സ് പോലും ഇത്രയും നല്ല രീതിയിൽ ഒടിഞ്ഞ് മടങ്ങി പോകത്തില്ല. ആ രീതിയിലാണ് ഈ ബസ് ഒടിഞ്ഞ് മടങ്ങി ഡിവൈഡറിൽ ഇടിച്ചിട്ട് രണ്ട് തുണ്ടായിട്ട് പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞത്. അപ്പോൾ ഈ ബസ്സിന് ഈ ഫിറ്റ്നസ് കൊടുത്തിട്ടുള്ള ആർടി ഉണ്ടല്ലോ ഉദ്യോഗസ്ഥനെ, അയാളെയാണ് ആദ്യം അടിക്കേണ്ടത്. ഇതുപോലുള്ള പാട്ടുകൾ നിരത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇറക്കുന്ന ഉദ്യോഗസ്ഥർ വേണം ആദ്യം മടൽ വെട്ടിയടിക്കാൻ. പിന്നെ ഇതുപോലുള്ള പാട്ടുകൾ കൊണ്ട് കിടക്കുന്ന ഡ്രൈവർമാരെയും ഇതുപോലുള്ള പാട്ടുകളിൽ സ്വന്തം വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും കയറ്റുമോ? സ്വന്തം ആളുകളെ കയറ്റി ഇവനൊക്കെ യാത്ര ചെയ്യില്ല, ഒരിക്കലുമില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇതിനകത്ത് കയറി യാത്ര ചെയ്യുന്നത്. പൈസ ഉള്ളവനൊക്കെ സ്വന്തം വണ്ടി പോത്തേ ഉള്ളൂ. വെറും സാധാരണക്കാരായിട്ടുള്ള അന്നുള്ള ജീവിതം ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന ആളുകളാണ് ഇതിനകത്ത് ഇതുപോലുള്ള പാട്ടുകളിൽ കയറി ജീവൻ കൊടുത്ത് യാത്ര ചെയ്യുന്നത്. ഇവിടെ കുറേ സംഘടനകൾ പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഇടിവ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്തല്ലോ. കുറേ സംഘടനകൾ രംഗത്ത് വന്നല്ലോ. ഇതുപോലുള്ള വണ്ടികൾ നിരത്തിറക്കുന്നതിന് നിങ്ങൾക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടോ? ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്രയും മോശം, ഇത്രയും ഫിറ്റ്നസിൻ്റെ ഇത് ഒട്ടും ശരിയാവാത്ത രീതിയിൽ വണ്ടി കൊണ്ട് കിടക്കുന്ന വണ്ടികൾ പൊളിച്ചടുക്കി അങ്ങ് കയറ്റിവിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വണ്ടി ഇങ്ങനെ ഓടുന്ന വണ്ടികൾ നിർത്തലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പം നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു എന്തായാലും കെ എസ് ആർ ടി സി ഈ ഇതുപോലുള്ള പാട്ടുകളെക്കാളും എത്രയോ ഭേദമാണ് കെ എസ് ആർ ടി സികൾ. നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോ, ഞെട്ടിക്കുന്ന വീഡിയോ. വണ്ടി ഇടിച്ചതിന് ശേഷം തവിട് പൊടിയായി നടുക്ക് വെച്ച് ഒടിഞ്ഞു. ടയറുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെറും മുട്ടയാണെന്ന്. ടയറ് പോലും മാറാതെയാണ് ഇവന്മാരൊക്കെ കിടന്ന് ഈ കൊലവിളി ഓട്ടം ഓടുന്നത്. എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വെച്ചിട്ട് ഇതുപോലുള്ള പാട്ട ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ പിടിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലാണ് ഈ വണ്ടി കിടന്ന് ആടി ഉലയുന്നത്. അപ്പം ഇതുപോലുള്ള പാട്ടുകൾ കൊണ്ട് നടക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഇതുപോലുള്ള പാട്ടുകൾക്ക് ഫിറ്റ്നസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ വേണം ആദ്യം സസ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്